ഹായ്, വെൽക്കം ബാക്ക്. BS6 വരുമ്പോൾ ബൈക്കുകളിൽ വരുന്നൊരു വലിയ മാറ്റം നിങ്ങൾ കേട്ടതും ശ്രദ്ധിച്ചതും ഫ്യൂൽ ഇഞ്ചക്ഷൻ ആവുന്നു എന്നതായിരിക്കും. നേരത്തെ വിലകൂടിയ വണ്ടികൾ മാത്രമായിരുന്നു FI കേട്ടിട്ടുണ്ടാവുക. കാറുകളെല്ലാം 2003-2004 സമയത്ത് FI ആയി. ഇപ്പോൾ ഈ ഏപ്രിലിന് മുമ്പ് മിക്കവാറും എല്ലാ ടൂ വീലറും FIയിലേക്ക് മാറുകയാണ്. അപ്പോൾ എന്താണ് ഫ്യൂൽ ഇഞ്ചക്ഷൻ? വണ്ടിയിലും എഞ്ചിനിലും എന്തൊക്കെ മാറ്റങ്ങൾ അത് കാരണം ഉണ്ടാവും? എല്ലാ വണ്ടികളും FIയിലേക്ക് മാറ്റാനുള്ള എന്ത് ഗുണമാണ് അതിനുള്ളത്? ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഉത്തരവുമായിട്ടാണ് ഇന്നത്തെ വരവ്. എന്നാൽ പിന്നെ തുടങ്ങിക്കളയാം. FI അഥവാ ഫ്യൂൽ ഇഞ്ചക്ഷൻ എന്നത് എഞ്ചിനിലേക്ക് കൊടുക്കുന്ന ഫ്യൂലിന്റെ അളവ് ഇലക്ട്രോണിക്കലി കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റം ആണെന്ന് ഒറ്റ വാചകത്തിൽ പറയാം. അതായത് കാർബറേറ്ററിന് പകരമാണ് FI സിസ്റ്റം. എഞ്ചിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും അതിനാവശ്യമായ എയറും ഫ്യൂലും എങ്ങനെയാണ് കൃത്യമായിട്ട് കൊടുക്കുന്നതെന്നും കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായി നമ്മൾ മനസ്സിലാക്കുകയായിരുന്നു. കാർബറേറ്റർ ആയിരുന്നു അത് കൺട്രോൾ ചെയ്തിരുന്നത്. വളരെ സിമ്പിളായ പ്യുവർ മെക്കാനിക്കൽ സംഗതിയാണ് കാർബറേറ്റർ. എഞ്ചിനകത്തേക്ക് വലിക്കുന്ന എയറിന്റെ ഊർജ്ജത്തിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു സിമ്പിൾ സെറ്റപ്പ്. അന്തരീക്ഷത്തിലെ പ്രഷറും വെഞ്ചുറിയിൽ ഉണ്ടാകുന്ന മർദ്ദ വ്യത്യാസവും കൊണ്ടാണ് പെട്രോൾ എഞ്ചിനിലേക്ക് പോകുന്നത്. വെറും മെക്കാനിക്കൽ സംഗതിയാണെങ്കിലും മിക്ക സാഹചര്യങ്ങളിലും വളരെ എഫിഷ്യന്റ് ആയിട്ടാണ് കാർബറേറ്റർ വർക്ക് ചെയ്യുന്നത്. എന്നാലും അതിലും ചില കുറവുകളുണ്ട്. ഉദാഹരണത്തിന് വെഞ്ചുറി വഴി പാസ് ചെയ്യുന്ന എയർ വോളിയം അനുസരിച്ചാണ് ഫ്യൂൽ എടുക്കപ്പെടുന്നത്. ടെമ്പറേച്ചർ അനുസരിച്ച് എയർ വോളിയം വ്യത്യാസം വരും. എയറിലെ ഓക്സിജന്റെ അളവാണ് പ്രധാനം. ഫ്യൂൽ കത്താൻ സഹായിക്കുന്നത് ഓക്സിജൻ ആണല്ലോ. ടെമ്പറേച്ചറിലുള്ള വ്യത്യാസം എയറിന്റെ ഡെൻസിറ്റിയെ, അതായത് സാന്ദ്രതയെ ബാധിക്കും. ചൂട് കൂടുമ്പോൾ എയർ തിന്നാകും, തണുക്കുമ്പോൾ തിക്കാവുകയും ചെയ്യും. അതായത് തണുത്ത എയറിന്റെ സാന്ദ്രത കൂടുതലായിരിക്കും. അതുകൊണ്ട് എഞ്ചിനിലെത്തുന്ന ഓക്സിജന്റെ അളവും കൂടുതലായിരിക്കും. ചൂട് എയറിൽ അത് കുറയുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ഓൾട്ടിറ്റ്യൂഡ് അഥവാ ഉയരം കൂടുമ്പോഴുള്ള സാന്ദ്രത വ്യത്യാസവും. മൂന്നാർ, ഊട്ടി, കൊടൈക്കനാലൊക്കെ പോകുമ്പോൾ കാർബറേറ്റർ വണ്ടികൾക്ക് പവർ കുറയുന്നത് കൂടുതൽ അറിയാൻ പറ്റും. ഈ മാറ്റങ്ങൾക്കനുസരിച്ച് ഫ്യൂലിന്റെ അളവ് മാറ്റാനുള്ള കഴിവ് കാർബറേറ്ററിന് ഇല്ലാത്തത് കൊണ്ടാണത്. അവിടെ വെച്ച് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ശരിയാക്കാൻ പറ്റും. പക്ഷേ FI അല്ലെങ്കിൽ EFI എന്ന ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷൻ ഒരു ചെറിയ കമ്പ്യൂട്ടർ തന്നെയാണ് പ്രവർത്തിപ്പിക്കുന്നത്. അതുകൊണ്ട് എയർ പ്രഷറിനും ടെമ്പറേച്ചറിനും അനുസരിച്ച് ഫ്യൂൽ ഡെലിവറി അഡ്ജസ്റ്റ് ചെയ്യാൻ അതിന് കഴിയും. നമ്മൾ എങ്ങനെയാണ് ഓരോ കാര്യവും ചെയ്യുന്നത്? കണ്ണ്, ചെവി, മൂക്ക്, സ്കിന്ന് പോലത്തെ സെൻസസ് വെച്ച് കാണുകയും കേൾക്കുകയും മണക്കുകയും തൊട്ടറിയുകയും ചെയ്തിട്ടല്ലേ? ആ സെൻസസിൽ നിന്നെല്ലാം ഉള്ള സിഗ്നൽ തലച്ചോറിൽ പോയിട്ടാണ് അതെന്തെല്ലാം ആണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. പിന്നെ അതിനെ അനലൈസ് ചെയ്ത് എന്ത് ചെയ്യണം എന്ന കമാൻഡ് നമ്മുടെ കൈക്കും കാലിനും മറ്റു ഭാഗങ്ങൾക്കും കൊടുക്കുന്നതും ബ്രെയിനാണ്. പറഞ്ഞു ബയോളജി ക്ലാസ്സായ നമ്മുടെ ശരീരത്തോട് താരതമ്യം ചെയ്യാം FI സിസ്റ്റത്തിനെ എന്ന് പറയുകയായിരുന്നു. ഒത്തിരി സെൻസറുകളിലൂടെ കാര്യങ്ങൾ അറിഞ്ഞ് ECU എന്ന ബ്രെയിനാണ് സിസ്റ്റം പ്രവർത്തിപ്പിക്കുന്നത്. എഞ്ചിൻ കൺട്രോൾ യൂണിറ്റ് എന്നാണ് ECUവിന്റെ ഫുൾ ഫോം. ഇത്തരത്തിലുള്ള മറ്റു പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന സംഗതികളെ മൊത്തത്തിലും ECU എന്ന് പറയും. അത് ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബൈക്കിൽ തന്നെ ABSന് ഒരു ECU പ്രത്യേകമുണ്ട്. എഞ്ചിൻ കൺട്രോൾ യൂണിറ്റ് എന്ന ECUവിനെ എഞ്ചിൻ കൺട്രോൾ മൊഡ്യൂൾ അഥവാ ECM എന്നും പറയും. FI സിസ്റ്റത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ആദ്യം പറയാം. FI ബൈക്കിൽ എഞ്ചിൻ വ്യത്യാസമൊന്നും തന്നെ ഉണ്ടാവില്ല എന്ന് പറയാം. കാർബറേറ്ററുമായിട്ട് കാർബറേറ്ററിന്റെ സ്ഥാനത്ത് ഒരു ത്രോട്ടിൽ ബോഡി ഉണ്ടാവും. അതിൽ കാർബറേറ്ററിലെ പോലെ ഒരു ബട്ടർഫ്ലൈ വാൽവും. ത്രോട്ടിൽ കേബിൾ നേരിട്ട് ബട്ടർഫ്ലൈ വാൽവിനെ കൺട്രോൾ ചെയ്യുന്ന ടൈപ്പാണ് നമ്മുടെയൊക്കെ ബൈക്സിൽ കൂടുതലും. എന്നൊരു മോട്ടോർ വെച്ച് ചെയ്യുന്നതുകൊണ്ട് അതിന് ഡ്രൈവ് ബൈ വയർ അല്ലെങ്കിൽ റൈഡ് ബൈ വയർ എന്ന് പറയും. നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ പോലെ 5 സെൻസറുകളാണ് ബൈക്കിലെ FI സിസ്റ്റത്തിനും പ്രധാനമായിട്ടുള്ളത്. ഈ 5 സെൻസറുകളിൽ നിന്ന് 6 കാര്യങ്ങളാണ് ECU പ്രധാനമായിട്ടും അറിയുന്നത്. അതിലൊന്ന് ത്രോട്ടിൽ പൊസിഷൻ സെൻസറാണ്. ബട്ടർഫ്ലൈ വാൽവ് എത്ര ഓപ്പൺ ആണെന്ന് അറിയാൻ, അതായത് നമ്മൾ ത്രോട്ടിൽ എത്ര ഓപ്പൺ ചെയ്യുന്നു എന്ന് ECUവിന് അറിയാൻ. അത് ത്രോട്ടിൽ ബോഡിയിൽ ബട്ടർഫ്ലൈ വാൽവിന്റെ ഷാഫ്റ്റിൽ തന്നെയാണ് ഇരിക്കുന്നത്, ത്രോട്ടിൽ കേബിൾ ഇടുന്നതിന് മറുവശത്ത്. ത്രോട്ടിൽ ബോഡിയിൽ തന്നെ വരുന്ന ഒരു പ്രധാന സെൻസറാണ് മാപ്പ് സെൻസർ, മാനിഫോൾഡ് അബ്സല്യൂട്ട് പ്രഷർ സെൻസർ എന്നാണ് ഫുൾ ഫോം. പേരിലുള്ളതുപോലെ തന്നെ ബട്ടർഫ്ലൈ വാൽവിന് ശേഷം എഞ്ചിൻ ഭാഗത്ത് വരുന്ന എയർ പ്രഷർ അളക്കുന്നതിന് വേണ്ടിയുള്ളതാണിത്. ശരിക്കും എത്രത്തോളം വാക്യൂം പ്രഷർ ഉണ്ടെന്നാണ് ഇത് സെൻസ് ചെയ്യുന്നത്. എഞ്ചിനിൽ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആയി പിസ്റ്റൺ താഴേക്ക് പോകുമ്പോഴാണ് ഈ വാക്യൂം ഉണ്ടാകുന്നത്. മാപ്പ് സെൻസറിൽ തന്നെ എയറിന്റെ താപനില അളക്കാനുള്ള ഇൻടേക്ക് എയർ ടെമ്പറേച്ചർ സെൻസർ IAT അതും ഇന്റഗ്രേറ്റഡ് ആണ്. അതായത് ഒരു സെൻസറിൽ തന്നെ 2 കാര്യങ്ങൾ സെൻസ് ചെയ്യുന്നുണ്ട്, പ്രഷറും ചൂടും. എഞ്ചിന്റെ ചൂട് അറിയാനുള്ള ടെമ്പറേച്ചർ സെൻസറും എഞ്ചിൻ സിലിണ്ടർ ഭാഗത്ത് എവിടെയെങ്കിലും ഉറപ്പിച്ചിട്ടുണ്ടാവും. ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ ആണെങ്കിൽ കൂളൻ ടെമ്പറേച്ചർ സെൻസർ തന്നെ ഈ ആവശ്യത്തിനും യൂസ് ചെയ്യും. കമ്പഷൻ കഴിഞ്ഞ് പുറത്തു വരുന്ന എക്സോസ്റ്റ് ഗ്യാസിൽ എത്രത്തോളം ഓക്സിജൻ ബാക്കിയുണ്ട് എന്നറിയാനുള്ള ഒരു ഓക്സിജൻ സെൻസറും എക്സോസ്റ്റ് പൈപ്പിൽ തന്നെ ഉണ്ടാവും. അതിന് ഓട്ടോ സെൻസർ എന്നും ലാംഡ സെൻസർ എന്നും ഒക്കെ പറയും. 5ാമത്തേത് ക്രാങ്ക് പൊസിഷൻ സെൻസറാണ്. അത് എല്ലാ ബൈക്കിലും ഉള്ളതാണ്, കാർബറേറ്റർ ടൈപ്പിലും ഉണ്ട്. സ്പാർക്ക് ഉണ്ടാക്കാനുള്ള ടൈമിംഗ് അറിയാൻ ഇത് വേണം. അതുകൊണ്ട് ഇതിന് ഇഗ്നിഷൻ പൾസ് സെൻസർ എന്നും പറയും. മാഗ്നറ്റ് ഓഫ് ഫ്ലൈ വീലിന് ചേർന്നാണ് ഇതിരിക്കുന്നത്. ഫ്ലൈ വീലിൽ നിന്നാണ് ഇൻപുട്ട് എടുക്കുന്നത്. ഈ സെൻസറുകൾ ഓരോന്നും അതിന്റെ ജോലി അനുസരിച്ച് പ്രഷറും ടെമ്പറേച്ചറും ആംഗിളും ഓക്സിജനും ഒക്കെ എത്രയുണ്ടെന്ന് ചെക്ക് ചെയ്ത്
വ്യത്യസ്തമായ വോൾട്ടേജുകളാണ് ഇ സിയിലേക്ക് എത്തിക്കുന്നത്. അല്ലാതെ ഇവിടെ ഇത്ര പ്രഷർ ഉണ്ടെന്നോ എയറിന് ഇത്ര ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടുണ്ടെന്നോ ഇത്ര എണ്ണം ഓക്സിജൻ എക്സോസ്റ്റിലുണ്ടെന്നോ ഉള്ള കണക്കല്ല. 0.1 മുതൽ 4.5 വരെയുള്ള വോൾട്ടാണ്. ഇതിൽ നിന്നാണ് ഇ സി ശരിക്കുള്ള വാല്യൂ മനസ്സിലാക്കുന്നത്. ഇ സിയുടെ ഡാറ്റാബേസിൽ ഇത് ഓരോ സെൻസറിൽ നിന്നും വരുന്ന വോൾട്ടേജ് എത്രയൊക്കെ വാല്യൂ ആണ് സൂചിപ്പിക്കുന്നത് എന്ന് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ ത്രോട്ടിൽ പൊസിഷൻ സെൻസറിൽ നിന്ന് 2.5 വോൾട്ട് വരുന്നുണ്ടെങ്കിൽ ബട്ടർഫ്ലൈ വാൽവ് പകുതി ഓപ്പൺ ആയിരിക്കും എന്ന് ഇ സി മനസ്സിലാക്കും. ഇങ്ങനെ ഓരോ സെൻസറിൽ നിന്നുമുള്ള വോൾട്ടേജ് മെഷർമെൻറ്റ് വെച്ച് ഓരോ സിറ്റുവേഷനിലും എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എത്ര ഫ്യൂലാണ് ഇഞ്ചെക്ട് ചെയ്യേണ്ടത് എന്ന കമാൻഡുകൾ ഉള്ളൊരു സോഫ്റ്റ്വെയർ ഇ സിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അതാണ് ഇ സി യു മാപ്പ് എന്ന സംഗതി. അപ്പോൾ അത് വെച്ചാണ് ഇ സി യു ഈ ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം മൊത്തം മാനേജ് ചെയ്യുന്നത്. ഇ സിനെ പറ്റി സിമ്പിളായിട്ട് ഇങ്ങനെ മനസ്സിലാക്കാം. അപ്പോൾ ബ്രെയിനും സെൻസറുകളുമായി. എങ്കിൽ ഹൃദയം ഫ്യൂൽ പമ്പാണ്. പെട്രോൾ ടാങ്കിൽ തന്നെയാണ് പമ്പ് ഇരിക്കുന്നത്. കാർബറേറ്ററിൽ പെട്രോൾ ടാങ്കിൽ നിന്ന് ഗ്രാവിറ്റിയിൽ ട്യൂബ് വഴി ഫ്യൂൽ ബൗളിൽ എത്തുകയാണ് ചെയ്യുക. പക്ഷേ ഇതിൽ പമ്പ് ഇതാണ് വരിക. ഇതെൻ്റെ പഴയ മാറ്റിസിൻ്റെ പമ്പാണ്. ഇതിനേക്കാളും സൈസ് കുറഞ്ഞ കോമ്പാക്ട് ഫ്യൂൽ പമ്പാണ് ബൈക്കിൽ. വളരെ ഹൈ പ്രഷറിൽ പമ്പ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പമ്പ്. അങ്ങനെ ഹൈ പ്രഷറിലാകുന്ന പെട്രോളിനെ എഞ്ചിനിലേക്ക് സ്പ്രേ ചെയ്യുന്നത് ഇഞ്ചക്ടറാണ്. ത്രോട്ടിൽ ബോഡിയിൽ തന്നെയാണ് ഇഞ്ചക്ടറിന്റെ സ്ഥാനവും. ഒരു ഹൈ പ്രഷർ ഇലക്ട്രിക് സ്പ്രേയർ ആണ് ഇഞ്ചക്ടർ എന്ന് പറയാം. ഇ സി യു പറയുന്ന സമയങ്ങളിലാണ് ഇഞ്ചക്ടർ പെട്രോൾ സ്പ്രേ ചെയ്യുന്നത്. പെട്രോൾ എപ്പോൾ സ്പ്രേ ചെയ്യണം, എത്ര സമയം സ്പ്രേ ചെയ്യണം എന്നൊക്കെ ഇ സി യു തന്നെയാണ് തീരുമാനിക്കുന്നത്. അതിന് ഇ സി യു ഡിപ്പെൻഡ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ സെൻസറുകളെയും. എഫ് എ എഞ്ചിനുകളിൽ ഐഡിൽ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ ഒരു പ്രത്യേകം എയർ പാസേജും അതിനൊരു ഇലക്ട്രിക്കലി അഡ്ജസ്റ്റിംഗ് വാൽവും ഉണ്ട്. ഐഡിൽ എയർ കൺട്രോൾ വാൽവ് എന്ന് തന്നെയാണ് അതിന്റെ പേരും. കാർബറേറ്ററിലെ പോലെ ബട്ടർഫ്ലൈ വാൽവിന്റെ സ്റ്റോപ്പിംഗ് സ്ക്രൂ കറക്കിയല്ല ഐഡിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇതൊരു ബൈപ്പാസ് ലൈനാണ്. ഈ വാൽവ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്ത് ആ ബൈപ്പാസിലെ എയർ ഫ്ലോ കൺട്രോൾ ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു മോട്ടോർ സൈക്കിൾ ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിന്റെ പ്രധാന ഭാഗങ്ങൾ. ഇനി ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. വണ്ടിയുടെ ഇഗ്നിഷൻ കീ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇ സി യു ജോലി തുടങ്ങും. ആദ്യം ഫ്യൂൽ പമ്പിന് 2-3 സെക്കൻഡ് നേരത്തേക്ക് ഓടിച്ച് ഫ്യൂൽ ലൈൻ പ്രഷറിലാക്കി നിർത്തും. അതാണ് എഫ് ഐ വണ്ടികളിൽ ഇഗ്നിഷൻ ഓൺ ചെയ്യുമ്പോൾ ഒരു മൂളൽ കേൾക്കുന്നത്. അതോടൊപ്പം ഇ സി യു ഒരു സെൽഫ് ചെക്കിംഗ് നടത്തും. എല്ലാ സെൻസറുകളും ആക്ച്വേറ്ററുകളും വർക്കിംഗ് കണ്ടീഷനിലാണെന്ന് നോക്കുകയും സെൻസറുകളിൽ നിന്ന് റീഡിംഗ് എടുക്കുകയും ചെയ്യും. ഏതിലെങ്കിലും ഒരു ഫോൾട്ട് സെൻസ് ചെയ്യുകയാണെങ്കിൽ മീറ്ററിലെ എഞ്ചിൻ ചെക്ക് ലൈറ്റ് ഓണാക്കി നിർത്തും. ഇ സി യുലെ ഒ ബി ഡി അഥവാ ഓൺബോർഡ് ഡയഗ്നോസ്റ്റിക്സ് കണക്ടർ വഴി സ്കാൻ ടൂൾ കണക്ട് ചെയ്ത് ആ ഫോൾട്ട് എന്താണെന്ന് മനസ്സിലാക്കാനും ഓരോ പാർട്ടിൻ്റെയും വർക്കിങ്ങും അറിയാനും കഴിയും. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇ സി യു ഫ്യൂൽ പമ്പിനെ വീണ്ടും ഓടിക്കും. കൂടെ ഐഡിൽ എയർ കൺട്രോൾ വാൽവ് ഓപ്പൺ ചെയ്യുകയും ചെയ്യും. എന്നിട്ട് അതുവഴി വരുന്ന എയറിന്റെ ടെമ്പറേച്ചറും എഞ്ചിനിലേക്കുള്ള വാക്യൂം പ്രഷറും ഇൻലെറ്റ് എയർ ടെമ്പറേച്ചർ സെൻസറും മാപ്പ് സെൻസറും ചേർന്ന് റീഡ് ചെയ്ത് ഇ സി യുവിനെ അറിയിക്കും. ത്രോട്ടിൽ പൊസിഷൻ സെൻസറിൽ നിന്ന് അതിന്റെ പൊസിഷനും അറിഞ്ഞിട്ട് പ്രഷറും എയർ ടെമ്പറേച്ചറും ഐ എ സി വാൽവിന്റെ ഓപ്പണിംഗും മനസ്സിലാക്കി എഞ്ചിനിലേക്കുള്ള എയർ ഫ്ലോ ഇ സി യു കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് അതിനനുസരിച്ചുള്ള ഫ്യൂൽ ഇഞ്ചക്ടറിനെ കൊണ്ട് സ്പ്രേ ചെയ്യിക്കും. ഹൈ പ്രഷറിൽ നിൽക്കുന്നതായതുകൊണ്ട് അത് സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ വളരെ ചെറിയ കണികളായി മാറുകയും പെട്ടെന്ന് വേപ്പറായി എയർ നല്ലോണം മിക്സ് ആവുകയും ചെയ്യും. എഞ്ചിനുള്ളിൽ എഫിഷ്യൻ്റായിട്ട് കത്താൻ ഇത് വളരെ അത്യാവശ്യമാണ്. ഫ്യൂൽ ഇഞ്ചക്ട് ചെയ്യാനുള്ള സമയം, അതായത് എഞ്ചിനുള്ളിലേക്ക് എയർ എടുത്ത് തുടങ്ങുന്ന സമയം ഇ സി യു മനസ്സിലാക്കുന്നത് ക്രാങ്ക് പൊസിഷൻ സെൻസറിൽ നിന്നുള്ള ഇൻപുട്ടിൽ നിന്നാണ്. അതേ സിഗ്നൽ വെച്ച് തന്നെയാണ് സ്പാർക്ക് ഉണ്ടാക്കേണ്ട ടൈമും ഇ സി യു നിശ്ചയിക്കുന്നത്. അങ്ങനെ കറക്റ്റ് ടൈമിങ്ങിൽ സ്പാർക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ എഞ്ചിൻ സ്റ്റാർട്ടാവും. അതേസമയം തന്നെ എഞ്ചിൻ ടെമ്പറേച്ചർ സെൻസറിൽ നിന്ന് അല്ലെങ്കിൽ കൂളൻ ടെമ്പറേച്ചർ സെൻസറിൽ നിന്ന് എഞ്ചിൻ്റെ ചൂട് ഇ സി യു ചെക്ക് ചെയ്യും. എഞ്ചിൻ തണുത്തിരിക്കുകയാണെങ്കിൽ നോർമൽ ഫ്യൂൽ റേഷ്യോയിൽ സ്റ്റാർട്ട് ആവില്ല. സ്റ്റാർട്ടായാൽ ഐഡലും ചെയ്യില്ല. അതുകൊണ്ട് കൂടുതൽ ഫ്യൂൽ ഇഞ്ചക്ട് ചെയ്യിക്കും. കോൾഡ് എഞ്ചിൻ സ്റ്റാർട്ടാകാനും ഓഫായി പോകാതിരിക്കാനും ഐഡൽ ആർ പി എമ്മും കൂടുതൽ വേണം. അതിന് കൂടുതൽ ഫ്യൂൽ മാത്രം പോരാ, കുറച്ചുകൂടി എയറും കയറണം. അതിനുവേണ്ടി എയർ കൺട്രോൾ വാൽവ് കുറച്ചുകൂടി ഓപ്പൺ ചെയ്യും. കാർബറേറ്ററിൽ നമ്മൾ ചോക്ക് പിടിക്കാൻ സംഭവിക്കുന്നത് തന്നെ, പക്ഷേ അത് മാനുവലായിട്ട് നമ്മൾ ചെയ്യണം. ഇവിടെ അത് ഇലക്ട്രോണിക്കലി നടക്കുന്നു എന്ന വ്യത്യാസമേ ഉള്ളൂ. ഫ്യൂൽ കൂടുതൽ ഇഞ്ചക്ട് ചെയ്യുന്നത് ഇഞ്ചക്ടർ വാൽവ് കൂടുതൽ ഓപ്പൺ ചെയ്തിട്ടാണെന്ന് കരുതരുത്. അതെപ്പോഴും ഒരേ രീതിയിൽ തന്നെയാണ് ഓപ്പൺ ആകുന്നത്. പക്ഷേ ഓപ്പണായി നിൽക്കുന്ന സമയം കൂട്ടിയിട്ടാണ് ഫ്യൂൽ ഡെലിവറി കൂട്ടുന്നത്. ഇഞ്ചക്ടർ വാൽവ് ഓപ്പൺ കണ്ടീഷനിൽ നിൽക്കുന്ന ടൈമിന് ഇഞ്ചക്ടർ പൾസ് വിഡ്ത്ത് എന്ന് പറയും. സാധാരണ ഐഡിൽ ചെയ്യുമ്പോൾ 2.5 മില്ലി സെക്കൻഡ് മുതൽ 3.5 മില്ലി സെക്കൻഡ് വരെയാണ് ഇഞ്ചക്ടർ ഓപ്പൺ ആയിരിക്കുക. അത് വളരെ ചെറിയൊരു ടൈമാണ്. 1000 മില്ലി സെക്കൻഡാണ് ഒരു സെക്കൻഡ് തന്നെ. കോൾ സ്റ്റാർട്ടിങ്ങിൽ ഫ്യൂൽ ഡെലിവറി കൂട്ടാനായിട്ട് ഈ 2.5-3.5 മില്ലി സെക്കൻഡ് എന്നത് ഒരു 3.5-4.5 മില്ലി സെക്കൻഡ് ആക്കും. അത്രയേ ഉള്ളൂ. എഞ്ചിൻ ചൂടാവും തോറും ഫ്യൂലിന്റെ അളവും ഐ എ സി വാൽവിന്റെ ഓപ്പണിങ്ങും കുറയ്ക്കും. അങ്ങനെ സ്റ്റാർട്ടായ എഞ്ചിൻ സ്മൂത്തായി ഐഡിൽ ചെയ്യുന്നുണ്ടെന്ന് എഞ്ചിൻ ഉറപ്പുവരുത്തും. അതിനുവേണ്ടി എഞ്ചിൻ ആർ പി എം ഇ സി യു എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ക്രാങ്ക് പൊസിഷൻ സെൻസർ എന്നുള്ള ഇൻപുട്ടിൽ നിന്ന് തന്നെയാണ് ആർ പി എമ്മും കണ്ടെത്തുന്നത്. ഇതൊരു സ്റ്റാർട്ടായി ഐഡിൽ ആർ പി എം നിൽക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. ഇനി ത്രോട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ളത് നോക്കാം.
ത്രോട്ടിൽ പൊസിഷൻ സെൻസർ, മാപ്പ് സെൻസർ, ഇൻടേക്ക് എയർ ടെമ്പറേച്ചർ സെൻസർ തുടങ്ങിയ സെൻസറിൽ നിന്നുള്ള ഇൻപുട്ട് ECU എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ത്രോട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ എഞ്ചിനിലേക്കുള്ള എയർ ഫ്ലോ കാൽക്കുലേറ്റ് ചെയ്ത് അതിന് വേണ്ട ഫ്യൂല് ഇഞ്ചെക്ട് ചെയ്യിക്കും. ബട്ടർഫ്ലൈ വാൽവിന്റെ പൊസിഷനും എഞ്ചിൻ RPM അനുസരിച്ച് ഇഞ്ചെക്ട് ചെയ്യുന്ന ഫ്യൂലിന്റെ അളവും മാറിക്കൊണ്ടിരിക്കും. ഈ 3 സെൻസറിൽ നിന്നുള്ള ഇൻപുട്ട് വെച്ച് എയറിന്റെ ക്വാണ്ടിറ്റി കണക്ക് കൂട്ടി കൊടുക്കുന്ന ഫ്യൂലിന്റെ അളവ് കറക്റ്റ് ആണോന്ന് ECU വീണ്ടും ഒരു ക്രോസ് ചെക്കിംഗ് കൂടി ചെയ്യുന്നുണ്ട്. അതിനാണ് എക്സോസിലെ ഓക്സിജൻ സെൻസർ. ഈ സെൻസർ കത്തിക്കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്ന വായുവിലെ ഓക്സിജന്റെ അളവിനെക്കുറിച്ച് കൊടുക്കുന്ന ഫീഡ്ബാക്ക് വെച്ച് ECU ഫ്യൂൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും. ബാക്കി മിക്ക സെൻസറുകളും 5 വോൾട്ട് DC ECU അങ്ങോട്ട് കൊടുത്താണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഓട്ടോ സെൻസർ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. എക്സോസ്റ്റ് ഗ്യാസിലെ ഓക്സിജന്റെ അളവനുസരിച്ച് 0.1 മുതൽ 0.9 വോൾട്ട് വരെയാണ് സെൻസർ ഉണ്ടാക്കുക. 0.1 വോൾട്ട് എന്നാൽ ഓക്സിജന്റെ അളവ് വളരെ കൂടുതലെന്നും 0.9 വോൾട്ട് എന്നാൽ ഓക്സിജന്റെ അളവ് വളരെ കുറവെന്നുമാണ്. ഓക്സിജനും ഫ്യൂലും തമ്മിൽ എന്ത് ബന്ധം എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഫ്യൂൽ കത്താൻ സഹായിക്കുന്നത് ഓക്സിജനാണെന്ന് അറിയാലോ. കത്തുമ്പോൾ ഓക്സിജനും കാർബൺ ഡയോക്സൈഡും മറ്റു പലതുമായിട്ട് രൂപം മാറും. അപ്പോൾ കത്തിക്കഴിഞ്ഞ വായുവിൽ ഓക്സിജൻ ഒത്തിരി ഉണ്ടെങ്കിൽ എന്താണ് അതിനർത്ഥം? ഓക്സിജന് കത്തിക്കാനുള്ള ഫ്യൂൽ കിട്ടിയില്ല എന്നതാണ്. അതായത് ഫ്യൂൽ കുറവായിരുന്നു, ഫ്യൂൽ റേഷ്യോ കുറവായിരുന്നു. അപ്പോൾ ഫ്യൂൽ കുറച്ചുകൂടി കൂടുതൽ കൊടുത്തിട്ട് ECU വീണ്ടും സെൻസർ റീഡിംഗ് ചെക്ക് ചെയ്യും. ഇപ്പോൾ ഓക്സിജൻ്റെ അളവ് തീരെ കുറവാണ് അല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഫ്യൂൽ കൂടിപ്പോയി എന്നാണ് അർത്ഥം. ECU വീണ്ടും ഫ്യൂൽ ഡെലിവറി കുറയ്ക്കും, വീണ്ടും ഇത് ആവർത്തിക്കും. ഇതിങ്ങനെ ഒരു സൈക്കിൾ പോലെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഫ്യൂൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് ട്രയൽ ആൻഡ് എറർ പോലെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം എന്നാണ് പറയുക. ഈ ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം കൊണ്ട് ഫ്യൂൽ റേഷ്യോ പെർഫെക്റ്റായി കൺട്രോൾ ചെയ്യാൻ ECUവിന് കഴിയും. അതുപോലെ തന്നെ പൊല്യൂഷൻ കുറയ്ക്കാനും. കാർബറേറ്ററിൻ്റെ ഒരു വലിയ പ്രോബ്ലം ആയിരുന്നു എയർ ടെമ്പറേച്ചറിനും ഓൾട്ടിറ്റ്യൂഡിനും അനുസരിച്ച് ഫ്യൂൽ റേഷ്യോ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തത്. അതിവിടെ ഈസിയായി മാനേജ് ചെയ്യാൻ FIക്ക് കഴിയും. ഇൻടേക്ക് എയറിൻ്റെ ടെമ്പറേച്ചർ കൂടുമ്പോൾ എയർ ഡെൻസിറ്റി കുറയുന്നത് ECU കണക്ക് കൂട്ടുകയും അതിനനുസരിച്ച് ഫ്യൂൽ ഡെലിവറി കുറയ്ക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഓൾട്ടിറ്റ്യൂഡ് അഥവാ ഉയരം കൂടുമ്പോഴും മാം സെൻസറിലെ റീഡിംഗ് വെച്ച് ECU എയർ ഡെൻസിറ്റി കുറയുന്നത് തിരിച്ചറിഞ്ഞ് ഫ്യൂലിംഗ് കൺട്രോൾ ചെയ്യും. എല്ലാ സാഹചര്യങ്ങളിലും ഫ്യൂൽ റേഷ്യോ പെർഫെക്റ്റ് ആക്കി വെക്കാൻ കഴിയുന്നതുകൊണ്ട് കിട്ടാവുന്നതിൻ്റെ മാക്സിമം പവറും മൈലേജും വണ്ടിക്ക് ഏത് സാഹചര്യത്തിലും കിട്ടും. തണുപ്പ് സമയങ്ങളിൽ അല്ലെങ്കിൽ രാത്രിയൊക്കെ FI വണ്ടിക്ക് പവർ കൂടുതൽ ഫീൽ ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ ടൈമിൽ എയർ ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് എഞ്ചിനുള്ളിലേക്ക് കൂടുതൽ എയർ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഫ്യൂലും ഇഞ്ചെക്ട് ചെയ്യപ്പെടും. അങ്ങനെ പവർ കൂടും. എഞ്ചിനിലേക്ക് വലിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ത്രോട്ടിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന എയറിൻ്റെ അളവിനനുസരിച്ച് കൃത്യമായിട്ടുള്ള ഫ്യൂൽ കൊടുക്കുക എന്നതാണ് ഈ എല്ലാ പരിപാടിയുടെയും അൾട്ടിമേറ്റ് ലക്ഷ്യം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പെട്രോൾ പമ്പ് ചെയ്തിട്ടാണല്ലോ ഇഞ്ചക്ടറിലേക്ക് വരുന്നത്. ഈ പമ്പ് പെട്രോളിൽ മുങ്ങിയാണ് ഇരിക്കുന്നത്. അതിൻ്റെ ലൂബ്രിക്കേഷനും കൂളിങ്ങും എല്ലാം പെട്രോൾ തന്നെയാണ്. അപ്പോൾ ടാങ്കിൽ പെട്രോൾ ലെവൽ ഒത്തിരി കുറഞ്ഞാൽ ഇതെല്ലാം നഷ്ടമാവും. പമ്പിൻ്റെ ലൈഫിനെ അത് ബാധിക്കും. അതുകൊണ്ട് ഒരു മിനിമം ലെവൽ പെട്രോൾ എപ്പോഴും ടാങ്കിൽ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. FI വണ്ടികളിൽ ഒരു സേഫ്റ്റി സെൻസറും കൂടിയുണ്ട്, റോൾ ഓവർ സെൻസർ. ബൈക്കിൻ്റെ ആംഗിൾ മനസ്സിലാക്കുന്ന ഒരു സെൻസറാണിത്. വണ്ടി മറിഞ്ഞു വീഴുമ്പോൾ ECUമായി ചേർന്ന് ഫ്യൂൽ പമ്പ് ഓഫാക്കുകയാണ് മെയിനായിട്ട് ചെയ്യുക. അപ്പോൾ എഞ്ചിനും ഓഫാകും, ഫ്യൂൽ ലീക്കായുള്ള തീപിടുത്തം ഒക്കെ ഒഴിവാകുകയും ചെയ്യും. FI സിസ്റ്റത്തിൻ്റെ ഗുണങ്ങൾ ഇപ്പോൾ തന്നെ ക്ലിയർ ആയിട്ടുണ്ടാവും. ഫ്യൂൽ ഡെലിവറി കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് പൊല്യൂഷൻ വളരെയധികം കുറയുകയും ഒപ്പം മാക്സിമം ഫ്യൂൽ മൈലേജ് കിട്ടുകയും ചെയ്യും. ഏത് ഉയരത്തിലും കാലാവസ്ഥയിലും എഞ്ചിൻ നന്നായി വർക്ക് ചെയ്യുകയും ചെയ്യും. ഹൈ പ്രഷർ ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് പെട്രോൾ നല്ല രീതിയിൽ എയറുമായി മിക്സായി എഞ്ചിനുള്ളിൽ എത്തുന്നതുകൊണ്ട് കമ്പഷനും മാക്സിമം എഫിഷ്യൻ്റായി നടക്കും. അതിനാൽ പവറും കൂടും. എഞ്ചിൻ ടെമ്പറേച്ചർ അനുസരിച്ച് ഫ്യൂൽ ഡെലിവറി ECU കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് കോൾഡ് സ്റ്റാർട്ടിങ്ങും ഒരു വിഷയമേ അല്ലാതാവും. FIയുടെ ഒരേ ഒരു ഡിസഡ്വാൻറ്റേജ് അത് എക്സ്പെൻസീവ് ആണെന്നതാണ്. അതിലെ